താമ്രലിപ്തി പൗരാണിക പൂർവ്വ ഇന്ത്യയുടെ മെഗാ തുറമുഖം. പൗരാണിക ഇന്ത്യൻ തീരം വ്യാപാര പ്രാധാന്യമേറിയ തുറമുഖങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരുന്നു. പശ്ചിമ തീരത്ത് മുസിരിസ്, ടിൻഡിസ്, ബറൂച്ച് തുടങ്ങിയവയും പൂർവ്വ തീരത്ത് കോർക്കെ, പുകാർ, താമ്രലിപ്തി തുടങ്ങിയവയായിരുന്നു പ്രാധാന്യമേറിയവ. ഇവയിൽ ഗംഗാതത്തിലെ മഹാസാമ്രാജ്യങ്ങളുടെ സമുദ്രത്തിലേക്കുള്ള വാതായനമായിരുന്നു ഗംഗാനദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്തിരുന്ന താമ്രലിപ്തി തുറമുഖം. ഒരു കാലത്ത് കിഴക്കൻ ഏഷ്യയുടെ സമുദ്ര വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ഈ തുറമുഖമായിരുന്നു. പുരാതന റോമൻ ചരിത്രകാരൻ പ്ലിനി താമ്രലിപ്തിയെപ്പറ്റി വിവരിക്കുന്നു. 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈജിപ്തുമായും ഗ്രെക്കോ റോമൻ ലോകവുമായും താമ്രലിപ്തിക്ക് നാവിക വ്യാപാര ബന്ധമുണ്ടായിരുന്നതായി പ്ലിനി രേഖപ്പെടുത്തുന്നു. താമ്രലിപ്തി ഒരു ചെറു തുറമുഖമായി 2500 വർഷം മുമ്പ് തന്നെ നിലനിന്നിരുന്നു. തെക്കേ ഇന്ത്യയിലെ പാണ്ഡ്യരാജ്യവുമായി വലിയ വ്യാപാര ബന്ധമുണ്ടായിരുന്ന നന്ദ സാമ്രാജ്യമാകണം താമ്രലിപ്തിയെ ഒരു വൻതുറമുഖമാക്കി വികസിപ്പിച്ചത്. അക്കാലത്ത് നന്ദരുടെ താമ്രലിപ്തിയും പാണ്ഡ്യരുടെ കോർക്കെ തുറമുഖവും തമ്മിൽ ഏതാണ്ട് 2500 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു സാമുദ്രിക വ്യാപാര ഹൈവേ തന്നെ നിലനിന്നിരുന്നു. പാടലിപുത്രത്തിൽ നിന്നും ഉദ്ഭവിച്ചിരുന്ന വ്യാപാര പഥങ്ങളാണ് താമ്രലിപ്തിയെ ഉത്തര ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്നത്. ഈ ഹൈവേകളിലൂടെ ചെമ്പും ധാന്യങ്ങളും രത്നങ്ങളും സുഗന്ധവസ്തുക്കളും തുണിത്തരങ്ങളും ചായങ്ങളും താമ്രലിപ്തിയിലൂടെ കിഴക്കിലെ ചൈനീസ് തുറമുഖങ്ങളിലും പടിഞ്ഞാറ് ഈജിപ്റ്റ് വഴി യൂറോപ്പിലും എത്തിയിരുന്നു. മൗര്യ കാലഘട്ടം മുതൽ ഗുപ്ത കാലഘട്ടത്തിന്റെ അവസാനം വരെ ഇന്ത്യയും പൂർവ്വ ഏഷ്യയും തമ്മിലുള്ള വാതായനമായും ഈ തുറമുഖം വർത്തിച്ചു. ചൈനീസ് സഞ്ചാരി ഫാഹിയാൻ ഉത്തര ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള സമുദ്രയാത്ര തുടങ്ങിയത് ഈ തുറമുഖത്തു നിന്നായിരുന്നു. ചൈനയിലേക്കും സുന്തയിലേക്കും സ്ഥിരമായ കപ്പൽ ഗതാഗതം താമ്രലിപ്തിയിൽ നിന്നും നടന്നിരുന്നു. ഗുപ്ത സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ഉത്തര ഇന്ത്യ സാമ്പത്തികമായും സാംസ്കാരികമായും ക്ഷയിച്ചപ്പോൾ താമ്രലിപ്തിയും ക്ഷയിച്ചു. 10ാം ശതകമായപ്പോൾ താമ്രലിപ്തി ഓർമ്മ മാത്രമായി ചുരുങ്ങി. താമ്ര എന്നാൽ കോപ്പർ, ലിപ്ത എന്നാൽ കോട്ടഡ്, ചെമ്പു പൂശിയത് എന്ന ശബ്ദാർത്ഥം. യഥാർത്ഥത്തിൽ ചെമ്പും ലോഹങ്ങളും കച്ചവടം ചെയ്തിരുന്നയിടം എന്നർത്ഥം.